നാട്ടിൽ നിന്ന് വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് തിരിച്ച് നമ്മൾ ദുബായിലെത്തി. ഇപ്പോഴാണ് നാട്ടിലത്തെ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് ഞങ്ങളുടെ വെക്കേഷൻ ഡേയ്സ് തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വണ്ടി ഇറന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഓട്ടോ വിളിച്ച് പോകണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. കാരണം വേറെ ഒന്നുമല്ല, കൊച്ചിന് ഏറ്റവും ഇഷ്ടം ഓട്ടോയാണ്. കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, അച്ഛമ്മയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കൊച്ചിന് ഓട്ടോ വേണം. എന്താ ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ പറൂര് വരെ വന്നേക്കാണ്ട് അപ്പോൾ കുട്ടിക്ക് ഒരു അരഞ്ഞാൻ കൊടുക്കാനായിട്ട് ഒരരഞ്ഞാനും ഉണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പോൾ കാരണം അച്ഛമ്മയുടെ വക ഗിഫ്റ്റാണ് കൊച്ചിന് അരഞ്ഞാനം, വെള്ളിയുടെ അരഞ്ഞാനം. അപ്പോൾ അവൾ തന്നെയാണ് കേട്ടോ. കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അവൾ തന്നെ സെലക്ട് ചെയ്തെടുക്കണുണ്ട്. അരഞ്ഞാനൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇവിടെ അടുത്തുള്ള ലേഡി സ്റ്റോറിൽ കയറിയതാണ്. കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇതിൽ അമ്മക്കൊരു ക്ലിപ്പ് വേണം, നമുക്കൊരു ക്ലിപ്പ് വേണം. അതമ്മ എടുപ്പം, നമുക്ക് വേണം ഈ ക്ലിപ്പ്. ഈ ക്ലിപ്പ് അതേ ബബ്ബുക്കുട്ടി വന്നായിരുന്നേ. ചേച്ചി വെച്ചാൽ പാട്ട് എന്തെടുത്ത ബബ്ബു കാണിച്ചടാ പൊട്ടാണിക്ക്. നല്ല പൊട്ടാണല്ലോ, സൂപ്പർ, നല്ല പൊട്ട്. ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കൊരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കണം കേട്ടോ. അവിടെ കയറിയിട്ട് എന്തൊക്കെയോ മേടിച്ച് കഴിച്ചു. ബബുവിന് എപ്പോഴും വേണ്ടത് ഡോണറ്റാണ്. ഡോണറ്റ് അല്ലെങ്കിൽ കേക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ കുറച്ച് നാളായി ഞാൻ കേക്ക് ഇപ്പോൾ കൊടുക്കൽ നിർത്തിയിട്ട്. അപ്പോൾ ബബുട്ടിക്ക് ഡോണറ്റാണ് മേടിച്ചത്. ഇത് ആക്ച്വലി ഒരു ദിവസത്തെ വ്ളോഗല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ വെക്കേഷൻ ഡേയ്സ് തീരാറായപ്പോൾ ഉള്ള കുറേ ക്ലിപ്സാണ്. അതൊക്കെ കൂടി ഒന്നിച്ച് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് എടുത്തിരിക്കണം. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം ഓരോരോ പരിപാടികളാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വെക്കേഷൻ തീർന്നു വന്നേക്കാളും മുന്നേ എടുത്ത തീരുമാനമായിരുന്നു ഈ ഒരു CCTV ഇൻസ്റ്റലേഷൻ. കാരണം വേറെ ഒന്നുമല്ല, ആ പരിസരത്തൊക്കെ ചെറിയ മോഷണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വീടിൻ്റെ ഉള്ളിലും ആ ചേട്ടൻ തന്നെ പറഞ്ഞത്, നമ്മുടെ കസിനാണ് ഇതൊക്കെ ചെയ്യണത്, ഷിബിയാണ് ചെയ്യണത്. അപ്പോൾ ഷിബി തന്നെ പറഞ്ഞത് വീടിൻ്റെ ഉള്ളിൽ ഒരെണ്ണം വെക്കണം നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറൊരു ക്യാമറ വീടിൻ്റെ ഉള്ളിലും വെച്ചു. പ്രായമായിട്ടുള്ളവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു വന്നേക്കാളും മുന്നേ നമുക്കൊരു മസ്റ്റ് ഷോപ്പിംഗ് ഉണ്ടാവും. നമ്മളിവിടെ ഫാഷനിൽ പോയി കുറച്ചധികം തന്നെ ഡ്രസ്സ്, തുണി ഐറ്റംസും ഇന്നർവേഴ്സൊക്കെ മേടിച്ചു. പിന്നെ അച്ഛമ്മയും കൊച്ചും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾ മുന്നത്തെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കൽ അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ കളിയും ചിരിയൊക്കെ ആയിട്ട് കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ തിരിച്ച് പോരാറാകുമ്പോഴേക്കും കസിൻസിൻ്റെയൊക്കെ ഒരു വരവുണ്ടാവുമല്ലോ നമ്മളെ വിസിറ്റ് ചെയ്യലൊക്കെ. അതൊക്കെ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. പിന്നെ വെക്കേഷൻ തീരാറാകുമ്പോൾ എപ്പോഴും ഉള്ള പോലെ ഒരു ചെറിയ വിഷമവും മനസ്സുമെടുക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ മൊത്തം ഒരു ഉത്സവം വൈബായിരിക്കും കേട്ടോ. തിരിച്ചു വന്നാലോ വീട് മൊത്തം എന്താ പറയുക, ഒരു മൂക ശൂന്യതയായിരിക്കും. അങ്ങനെ തന്നെയല്ലേ പറയാം. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നാൽ അന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ വന്ന് നമ്മൾ ദേവീനെയൊക്കെ കണ്ട് തൊഴുതു. അച്ചാച്ചയുടെ കടയിലും കയറി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോണതിൻ്റെ പാക്കിങ് പരിപാടികളിലാണിത്. കണ്ടോ, ഇന്നലെ തുടങ്ങേണ്ട പരിപാടിയാണ്, പക്ഷെ ഇന്നലെ വയ്യായിരുന്നു. കാരണം ഇന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗെല്ലാം തന്നെ നമ്മുടെ ദുബായിൽ വെച്ചിട്ടായിരിക്കുള്ളൂ. ബാ. പിന്നെ അടുത്ത വെക്കേഷൻ വന്നിട്ട് അടുത്ത കാഴ്ചകൾ കാണാം. ബൈ. ഇവിടെ ബൈ പറയാൻ ബബുക്കുട്ടിയില്ല. ബബുക്കുട്ടി അച്ഛമ്മയുടെ കൂടെ കളിക്കാൻ പോയേക്കും. അപ്പം ശരി. ബബുക്കുട്ടി നമ്മൾ എന്താ ചെയ്യണേ ഇപ്പോൾ? അയ്യോ, അങ്ങനെ നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞു ബബുക്കുട്ടാ. എല്ലാ തവണയും വെക്കേഷൻ വരുമ്പോൾ വിചാരിക്കേ ഈ തവണ തിരിച്ചു പോകുമ്പോൾ ഒരു സാധനം കൊണ്ടുപോകണ്ട, കൊണ്ടുവന്ന ഡ്രസ്സ് മാത്രം തിരിച്ചു കൊണ്ടുപോകാന്നുള്ള പ്ലാനിങ് ആയിരിക്കും. പക്ഷെ പോകാറാവുമ്പോഴേക്കും ഒരു ലോഡ് സാധനങ്ങളുണ്ടാവും. ഇതാണെങ്കിൽ നമ്മൾ കൊല്ലൂർ മൂകാംബികയിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഏത് കടയിൽ പോയാലും അവിടെ എന്തെങ്കിലുമൊക്കെ കാണും നമുക്ക് വേണ്ടതായിട്ട്, അതൊക്കെ മേടിച്ച് കൂട്ടും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി. ഇത്തവണ ഞാൻ കൂടുതലും മേടിച്ചത് സ്റ്റീലും ഡബ്ബകളൊക്കെയാണ്. തെറ്റിപ്പോയി. അങ്ങനെയല്ല, തെറ്റിപ്പോയി. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ പ്ലേറ്റ്സ്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇല്ലേ ബബുക്കുട്ട, ഇത് അമ്മ ബബുക്കുട്ടിക്ക് മേടിച്ചതാ. ബബുവിന് പാലോ ജ്യൂസല്ല രസോ മോരോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അങ്ങനെ കുടിക്കും. അച്ഛക്കൂടെ പോയണോ? ശരി. ബബുക്കുട്ടി മോശമായിട്ടാക്കിയാണ്. ബാ അത് കൊടുത്തു നോക്കണമെന്നാ പയ്യെ എടുക്കണം കേട്ടാ. ഓ
നമുക്ക് നാട്ടിൽ കിട്ടുന്ന കടലയുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തന്നെ നമ്മൾ കടല കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബബുക്കുട്ടി ആ പൊതിയൊക്കെ എടുത്തുണ്ട്, ആ പേപ്പറിൽ പൊതിഞ്ഞേക്കണത് ബബുക്കുട്ടിയായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അമ്മ ഇവിടെ ഇരിക്കും, അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ബബുക്കുട്ടിയാണ്. ദേ ഇരിക്കണത്, ദേ ടേബിളിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കണത്. താങ്ക് യു. ഇതൊക്കെ നമ്മുടെ അത്യാവശ്യം ഒരു മേടിക്കണം എന്ന് വിചാരിച്ച സാധനം നമ്മുടെ പുട്ടുകുറ്റി ഉണ്ട്. അതിൻ്റെ അടുത്തുണ്ടായിരുന്നേ ചെറിയ പൊട്ടൽ വീണ്, ചൂട് കൂടിയിട്ട് എന്തോ കുറേ നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊരെണ്ണം മേടിച്ചു. പിന്നെ അതേ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചു കേട്ടോ. രാത്രിയായി പാക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ. അങ്ങനെ ഇതേ ഫ്ലൈറ്റിൻ്റെ ടൈം ആവും തോറും അമ്മ ഭയങ്കര സെൻറ്റി ആവും കേട്ടോ. അത് എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഭയങ്കര വിഷമമാണ് ഞങ്ങൾ പോകാറാവുമ്പോഴേക്കും. ബബുക്കുട്ടിയാണെങ്കിൽ വെളുപ്പിലാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അതേ കൊച്ചിൻ എയർപോർട്ട് എത്താറായി. നമ്മൾ തന്നെയാണ് വന്നത്, നമ്മുടെ വണ്ടിക്ക് തന്നെ വന്നത്. ബബുക്കുട്ടി എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അത്ര ക്ലിയർ ഒന്നുമല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. അവിടെ നിന്ന് നമ്മുടെ വണ്ടിയായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഡാഡിയും മമ്മിയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ വണ്ടിയായിട്ട് തിരിച്ചാലേക്ക് പോവും. പിന്നെന്താണ്, ഇനി നേരെ നമ്മുടെ ദുബായിലേക്ക്. അങ്ങനെ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു. ബബുക്കുട്ടീനെ എല്ലാവരും എടുത്ത് കുറേ നേരം പുന്നാരിച്ചു. നമ്മൾ കുറേ നേരം ഗേറ്റിൽ വെയിറ്റ് ചെയ്തു. നമ്മൾ നേരെ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോയി. കാലം കുറച്ചായി ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിക്കണേന്നുള്ളത് ഞാൻ ആക്ച്വലി ഇന്നാണ് കേട്ടോ കണ്ടത് നേരിട്ട്. എന്നുവെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ലഗേജൊക്കെ എടുത്ത് എറിയണോ അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കാണാറുള്ളൂ. അത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ ഞാൻ എല്ലാം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണ്ടു. എങ്ങനെയാണ് ഈ നമ്മുടെ ലഗേജിനൊക്കെ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ പറ്റണേന്നുള്ളതും ഞാൻ കണ്ടു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എടുത്ത് എറിയണത്. എന്തായാലും ഇത് ഒരു പുതിയൊരു ഇൻഫോർമേഷൻ ആയിരുന്നു കേട്ടോ. ഓരോന്നും ഫില്ലാവണനുസരിച്ച് അവർ ആ വണ്ടി എടുത്ത് നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് നമുക്ക് ബാഗേജ് കിട്ടുന്നത്. നമുക്ക് തിരക്കൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് വന്ന ഷട്ടിൽ ബസ്സിൽ സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റി. തൊട്ട് മുന്നത്തെ ബസ്സിലൊക്കെ ആളുകളൊക്കെ നിന്നൊക്കെയാണ് പോയത്. നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയായിരുന്നു നമുക്ക് വിശാലമായിട്ട് ഇരുന്ന് പോകാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഞങ്ങളെ ഞെട്ടിച്ചത്. ഞങ്ങൾക്ക് എന്താ പറയുക, ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്നുള്ളൂ. അതിന് മാത്രമാണ് ഇതേ വീടിൻ്റെ ഉള്ളിലത്തെ കോലം നോക്കുക. നമ്മൾ 2 മാസം മുന്നേ വീട് മൊത്തം പെയിൻറ്റ് ചെയ്തതാണ്. എന്നിട്ട് ആ വീടിൻ്റെ കോലമാണ് ഈ കാണുന്നത്. വീട് മൊത്തം ഫംഗസ് കയറി പിടിച്ചെന്ന് വെച്ചാൽ നമ്മൾ പവർ ഓഫ് ചെയ്തിട്ടാണ് പോയത്. ഇതൊക്കെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ കോലം നോക്ക്. നമുക്ക് എവിടെ നിന്ന് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നൊരു എത്തും പിടിയില്ല. സാധനങ്ങളൊക്കെ സ്പോയിലായി. ഫംഗസും മോൾഡൊക്കെ കയറി പിടിച്ചിട്ട് ഒരു രക്ഷണം. മതിലൊക്കെ നോക്കി പെയിൻറ്റ് ചെയ്ത മതിലാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നൊരെത്തും പിടിയില്ലാതെ നിൽക്കണ ഒരവസ്ഥയാണ് കേട്ടോ അത്. രാവിലെ തന്നെ വീട്ടിൽ വന്ന് കയറി. സബനാണെങ്കിൽ ഇന്നത്തെ ദിവസം ഓഫീസിൽ പോകണം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ലഗേജ് പോലും വെക്കാൻ ഒരു സ്പേസ് ഇല്ലാതെ, അതിന് മാത്രം ഫ്ലോറിന് മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേഗം കൊച്ചിനെ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ കൊണ്ടുപോയി സബിന് ഓഫീസിലേക്ക് വിട്ടു. സബിന് അലർജിയുടെ ഇഷ്യൂസ് ഉള്ള കാരണം സബിന് ഒട്ടും ഇവിടെ നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് അലർജിക് പ്രോൺ ആണ് സ്കിന്ന്. അപ്പോൾ അതാണ് നമ്മൾ നേരം സബിന് ഓഫീസിലേക്ക് വിട്ടു. നമ്മൾ പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കൊച്ചിനെ ഞാൻ വീട്ടിൽ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ട് നമ്മൾ നേരെ ഡീപ്പ് ക്ലീനിങ് ആളുകളൊക്കെ വിളിച്ചു കേട്ടോ. എല്ലാ സാധനം ഫർണിച്ചർ എല്ലാം തന്നെ സ്പോയിലായി. ഡീപ്പ് ക്ലീനിങ് ആളുകളെ വിളിച്ച് അവർ പറഞ്ഞ നേരം കൊണ്ട് അവിടെ വീടെത്തി അവർ ക്ലീൻ ചെയ്ത് ഒരു കണക്കിനാണ് വൃത്തിയാക്കിയത്. 2 മാസം മുന്നേ നമ്മുടെ വീട് പെയിൻറ്റ് ചെയ്ത് ബാക്കി പെയിൻറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പെയിൻറ്റ് എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നായിരുന്നു. ഞാൻ വീട് മൊത്തം ഇരുന്ന് പെയിൻറ്റ് ചെയ്യലായിരുന്നു രാത്രി. അങ്ങനെ അതേ ഒരു കണക്കിന് വീട് പഴയ ഒരു പൊസിഷനിലേക്ക് എത്തിച്ച്. പക്ഷെ ഞാൻ തന്നെ പെയിൻറ്റ് തന്നെ അത്ര വൃത്തിയൊന്നും ആയില്ല. അങ്ങനെ ഞങ്ങളുടെ വെക്കേഷനും കഴിഞ്ഞ് അതിനുശേഷം കിട്ടി 8ൻ്റെ പണിയും കഴിഞ്ഞ് ഞങ്ങൾ ബാക്ക് ടു ഞങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് കേട്ടോ. ബബ്ബുൻ്റെ കൂടെ കളിയും ചെയ്യും. ബബ്ബുൻ്റെ സ്കൂൾ ലൈഫൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും എൻഗേജ്ഡായി. അപ്പോൾ ഇതാണ് ഒരു പ്രവാസി ലൈഫ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ.